ജോയ് നമ്മളോടൊപ്പം ആ സംഭവ സ്ഥലത്ത് നിന്ന് തുടരുന്നുണ്ട്. ജോയ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടവരുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് അവരുടെ കുറച്ചുകൂടി കൃത്യതയാർന്ന ഒരു വിവരം പുറത്തു വന്നതായി മനസ്സിലാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, നമുക്കറിയാം ഇന്നലെ നടത്തിയ പരിശോധനയിൽ 7 മൃതദേഹങ്ങളാണ് ലഭിച്ചിരുന്നത്. ഇതിൽ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെയായാലും ഈ 2 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. പിന്നെ നമുക്കറിയാം 9 ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. അതിനു വേണ്ട അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള പരിശോധനകളായിരിക്കും, അല്ലെങ്കിൽ അതിൽ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളായിരിക്കും ഇന്ന് മറ്റ് പോലീസിൻ്റെയും മറ്റ് സേനാംഗങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടാകുക. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ DNA സാമ്പിളുകൾ ഇന്നലെ തന്നെ DNA സാമ്പിൾ ശേഖരിക്കാനുള്ള സംഘം വരും മണിക്കൂറിൽ അടുത്ത മണിക്കൂറിൽ തന്നെ ഇവിടെ എത്തും. ഈ സാമ്പിളുകൾ ശേഖരിച്ച് ബന്ധുക്കൾ എത്തുന്ന, അതായത് ഈ പടക്കാപ്പുരയിൽ ഈ ദുരന്തം നടന്നിടത്ത് ജോലി ചെയ്തിരുന്ന ബന്ധുക്കൾ എത്തി അവരുടെ സാമ്പിളുകൾ കൂടി ശേഖരിച്ച് ഇത് ക്രോസ് മാച്ച് ചെയ്തതിലൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആരുടേതാണ് എന്നൊരു ആരുടേതാണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ ആരംഭിക്കും. അപ്പോൾ നിലവിൽ നമുക്കറിയാം 13 പേർ നിലവിൽ ഇവിടെ ചികിത്സയിൽ, അതായത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതായത് ഈ 13 പേരിൽ തന്നെയായാലും അതിൽ 7 പേരുടെ അതിർത്ത് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. ഇവർക്കെല്ലാം തന്നെ 80% മുകളിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ആവശ്യമായുള്ള ചികിത്സാ സൗകര്യങ്ങളൊക്കെ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ഒരാൾക്ക് 3 ഡോക്ടർ എന്ന നിലയിൽ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് ഉള്ള കൺട്രോൾ റൂമുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം വലിയ തീവ്രതയോടുകൂടി ഉണ്ടായ സ്ഫോടനത്തിൻ്റെ ഞെട്ടലിലാണ് പരിസരവാസികളും പ്രദേശവാസികളുമൊക്കെ. അതുപോലെ തന്നെ ഈ പരിക്കേറ്റവരെയും മരണപ്പെട്ടവരുടെയും ബന്ധുക്കൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് സൗകര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ട സജ്ജീകരണങ്ങൾക്കായി മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള ഡോക്ടർമാരും വിദഗ്ധ സംഘവും എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഇന്നത്തെ പരിശോധനകളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഇന്നലെ വൈകിട്ട് ഏറെ വൈകി ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. അതായത് നമുക്കറിയാം വലിയ സ്ഫോടനമുണ്ടായി. അപ്പോൾ അതിൽ ശരീരഭാഗം ചിന്നിച്ചിതറിയിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെ ഈ പാടശേഖരം മൊത്തം പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ, ആളുകളെ തിരിച്ചറിയുന്നതിലേക്ക് എന്തെങ്കിലും സൂചനകൾ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശോധനകൾ ഉടൻ മണിക്കൂറിൽ തന്നെ ഇവിടെ ആരംഭിക്കും. അതിനാവശ്യമായുള്ള സംഘങ്ങളൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നിലവിൽ ഇവിടെ കാണാം, നമ്മൾ സംഭവസ്ഥലത്തുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഈ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ഈ വെടിക്കോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഷെഡുകളൊക്കെ ചിന്നിച്ചിതറി അല്ലെങ്കിൽ ഈ സാമഗ്രികളൊക്കെ കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെയാണെങ്കിലും ഇപ്പോൾ ചെറിയ രീതിക്കുള്ള പുകയൊക്കെ ഉയരുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ച അപകടം, അതിനുശേഷം ഇത്രയും മണിക്കൂറുകളായി, ഒരു രാത്രി പിന്നിട്ടു, എന്നിട്ടും ഈ തീ അണയുന്നില്ല, പൂർണ്ണമായും അണഞ്ഞിട്ടില്ല. നമുക്ക് ചെറിയ പുകയും കാര്യങ്ങളൊക്കെ പലയിടങ്ങളിലുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഇത്തരത്തിലൊരു അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്തേക്ക് ആളുകളെ കയറ്റിവിടാതിരിക്കാനുള്ള നിയന്ത്രണങ്ങളൊക്കെ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇന്നും അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഇവ നിലവിലുണ്ട്. അത് നമുക്കറിയാം ഇവിടെയൊക്കെ ഇവരുടെ പോലീസിൻ്റെ ഡു നോട്ട് ക്രോസ് ഇത് ഉപയോഗിച്ചിട്ട് വേരി തിരിച്ച് ആളുകളെ അകത്തേക്ക് കയറ്റിവിടാത്ത രീതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.